അടിപൊളി ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി നോക്കിയാലോ. നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല ടേസ്റ്റുള്ള 1 കിലോ വെയിറ്റ് വരുന്ന ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി നോക്കാം. തുടക്കക്കാർക്ക് പോലും പെട്ടെന്നുണ്ടാക്കുന്ന രീതിയിലാണ് ഈ റെസിപ്പി. 3 വലിയ മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: ഒരു വലിയ സൈസ് 3 മുട്ട, 1/4 കപ്പ് പഞ്ചസാര, 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, 1 ടീസ്പൂണ് നമ്മുടെ ഗരം മസാല പൊടിച്ചത്, പട്ട, ഏലക്ക, ഗ്രാമ്പൂ, ജാതിക്കയുടെ കുരു എല്ലാം കൂടെ ചേർത്ത് പൊടിച്ചത് 1 ടീസ്പൂണ്, 1/4 ടീസ്പൂൺ ഉപ്പ്, വാനില എസൻസ്, ഓറഞ്ച് പീല്, പിന്നെ ക്യാരമൽ 2 ടേബിൾ സ്പൂൺ, വീട്ടിലുണ്ടാക്കിയതാണ് ക്യാരമൽ, പിന്നെ 1/2 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ ഓറഞ്ച് ജ്യൂസ്, 8 ഇഞ്ചിൻ്റെ പാലിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെച്ചത് 1 കപ്പ്. എഗ് യോക്കും എഗ് വൈറ്റും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്, ഒരിക്കലും ഫ്ലോപ്പ് ആവാത്തൊരു റെസിപ്പിയാണ്. എഗ് വൈറ്റിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് എടുത്ത് വെച്ചിരിക്കുന്ന 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ല സ്റ്റിഫായിട്ട് വരുന്നിടം വരെ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് നല്ല സ്റ്റിഫായിട്ട് നല്ല പതഞ്ഞ് പൊങ്ങി വന്നിരുന്നിടം വരെ നമുക്ക് എഗ് വൈറ്റ് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല സ്റ്റിഫ് പീസായിട്ട് വരുന്നുണ്ട്. ഒരു 8 മിനിറ്റോളം എടുത്തിട്ടുണ്ട്. അങ്ങനെ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് നല്ല ടൈറ്റായിട്ട് നല്ല പ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഓരോരോ എഗ് യോക്സ് ഇട്ട് കൊടുത്ത് അതും കൂടെ ഒന്ന് നന്നായിട്ട് പ്ലഫി ആയിട്ട് എടുക്കാം. ഓരോരോ എഗ് യോക്സ് ഒഴിച്ച് കൊടുക്കുക. എഗ് യോക്സ് ഒഴിച്ച് കൊടുക്കുന്നതിനൊപ്പം തന്നെ 1.5 ടേബിൾ സ്പൂണ് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കണം. എഗ് യോക്കിലാണ് മുട്ടയുടെ മണം ഇരിക്കുന്നത്. അപ്പോൾ എഗ് യോക്ക് ചേർത്ത് കൊടുത്തിട്ടുടനെ 1.5 ടീസ്പൂണ് വാനില എസൻസും കൂടെ ഒഴിച്ച് കൊടുത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഗരം മസാല പൗഡർ, പട്ട, ഏലക്ക, ഗ്രാമ്പിൻ്റെ പൗഡറും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടെ ബീറ്റ് ചെയ്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ക്യാരമൽ, ഇത് ക്യാരമലിൻ്റെ വീഡിയോ തൊട്ട് മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്, അത് കാണാത്തവർ പോയി കാണുക. 2 ടേബിൾ സ്പൂൺ ക്യാരമൽ, വീട്ടിലുണ്ടാക്കിയ ക്യാരമലാണ്. പിന്നെ 2 പിഞ്ച് ഓറഞ്ചിൻ്റെ പീലും കൂടെ ഇട്ട് കൊടുക്കാം. നല്ല മണം കിട്ടും ഓറഞ്ചിൻ്റെ കേക്കിന്. അതിനാണ് 2 പിഞ്ച് ഓറഞ്ചിൻ്റെ തൊലിയും കൂടെ ഇട്ട് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഓറഞ്ച് ജ്യൂസ് ഒഴിച്ച് കൊടുത്ത് ലാസ്റ്റായിട്ട് നമുക്ക് സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്ത് എല്ലായിടത്തും ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ബാറ്ററൊക്കെ താന്നു പോവും. ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ബീറ്റർ ഓഫ് ചെയ്യണം. ഇനി നമുക്ക് 1 കപ്പ് മൈദ, 1.5 കപ്പ് മൈദയാണ് ഇതിലേക്ക് ആവശ്യമുള്ളത്. 1 കപ്പ് ആദ്യമേ ഇട്ട് കൊടുത്ത് നമുക്ക് എല്ലാം ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. 1 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ട് ബാക്കി 1/2 കപ്പിൽ 1/4 കപ്പ് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് ചേർത്ത് കൊടുത്ത് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1/4 കപ്പ് മൈദ ലാസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് നന്നായിട്ട് ജോയിൻ ചെയ്ത ശേഷം നമുക്ക് ലാസ്റ്റ് ഇരിക്കുന്ന 1/4 കപ്പ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം. നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 1/4 കപ്പ് മൈദയും കൂടെ ചേർത്ത്, അപ്പോൾ എല്ലാ മൈദയും 1.5 കപ്പ് മൈദയും ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ചേർത്ത് ജോയിൻ ചെയ്തൊക്കെ. ഇത് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ താന്നു പോകാതിരിക്കാനാണ് ഇങ്ങനൊരു മെത്തേഡിൽ ചെയ്യുന്നത്. ഇനി നമുക്ക് ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ചേർത്തിട്ടില്ലല്ലോ, ഇനി 1 നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് അതിലേക്ക് 1 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് പതഞ്ഞ് വരുമ്പോൾ നമ്മൾ ബാറ്ററിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ റേസിംഗ് ഏജൻറ്റ്. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യരുത്. 1 നുള്ള് സോഡാപ്പൊടി, അതിലേക്ക് 1 ടീസ്പൂൺ വിനീഗർ. നമുക്ക് ബാറ്റർ നമ്മുടെ 8 ഇഞ്ചിലെ ബട്ടർ പേപ്പർ തേച്ച് വെച്ചതിലേക്ക് നമുക്ക് മാറ്റി ബേക്ക് ചെയ്തെടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സൊക്കെ മുകളിൽ ഇട്ട് കൊടുക്കാം. ചിലപ്പം താന്നു പോകും, ചിലപ്പം നന്നായിട്ട് കിട്ടും. ഇപ്പം 160 ഡിഗ്രിയിൽ 1 മണിക്കൂർ നമുക്ക് പ്രീ ഹീറ്റ് ചെയ്യണം, 10 മിനിറ്റ്. അതിനുശേഷം 1 മണിക്കൂർ നമുക്ക് ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. ബേക്ക് ചെയ്ത് 1 മണിക്കൂറായപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് എടുത്തുകൊണ്ട് നമുക്ക് ഒരു സ്പൂണ് ബട്ടറോ നെയ്യോ തേച്ച് കൊടുത്ത് നല്ല മോയ്സ്ചറൈസ് കിട്ടും മുകളിൽ. അതിനുശേഷം നമുക്ക് ചൂടാറിയ ശേഷം ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്ത് നമ്മുടെ കേക്ക് നല്ല അടിപൊളിയായിട്ട് വന്നിട്ട് നല്ല ഹൈറ്റൊക്കെ ഉണ്ട്. നമുക്ക് കേക്കിൻ്റെ വെയിറ്റ് ഒന്ന് നോക്കിയാലോ. കറക്റ്റ് 1 കിലോ ഉള്ള കേക്കാണ് കേട്ടോ. ഇത് ബോർഡിൻ്റെ ആ വെയിറ്റും കൂടെ ചേർത്താണ് 1.32 കാണിക്കുന്നത്. കറക്റ്റ് 1 കിലോ കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പം നമുക്കൊന്ന് മുറിച്ച് നോക്കാം. നന്നായിട്ട് സോഫ്റ്റായിട്ടുണ്ട്. ഈ പ്ലം കേക്കൊക്കെ ഉണ്ടാക്കി 2-3 ദിവസം കഴിഞ്ഞാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. ഇപ്പോഴും കഴിച്ചാലും ടേസ്റ്റ് കുറവൊന്നുമില്ല. അടിപൊളി പൊടിഞ്ഞു പോകുന്ന കേക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ റെസിപ്പി ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്ക്
എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കണേ. ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നവരായിരുന്നെങ്കിൽ പോലും ഈ റെസിപ്പി 100% സക്സസ് ആണ്. എല്ലാവരും ഈ ക്രിസ്മസിന് ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.